കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന്റെ ജയിൽ മോചന നടപടികളിൽ അസാധാരണ തിടുക്കം എന്തിനാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. 20 വർഷമായി ജയിലിൽ കഴിയുന്ന ആളുകളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അത് അസുഖബാധിതരായ ആളുകളാണെങ്കിൽ പോലും അവരെ ഒഴിവാക്കിക്കൊണ്ട് ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനമെടുത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ. ഉന്നത ഇടപെടൽ ഷെറിനായി നടക്കുന്നെന്ന ഭാസ്കര കാർണവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നതിൽ കാര്യമുണ്ടോ? ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് സമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. രോഗികൾ ഉൾപ്പെടെ നിരവധി പേർ ശിക്ഷാ ഇളവിനായി വർഷങ്ങളായി കാത്തിരിക്കുമ്പോഴാണ് ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞയുടൻ ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയത്. ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ജയിലിൽ ഫോൺ ഉപയോഗിക്കുകയും ചെയ്തിട്ടും കണ്ണൂർ ജയിലിലെ ജയിൽ ഉപദേശക സമിതി ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്തു എന്നുള്ളതാണ്. നിയമവകുപ്പും ആഭ്യന്തര വകുപ്പും ഷെറിന് അനുകൂലമായ നിലപാടെടുക്കുന്നു. അതെന്തുകൊണ്ട്? ആദ്യം നമുക്ക് ഈ കേസിന്റെ നാൾ വഴി പരിശോധിക്കാം. ഈ കേസ് നടക്കുന്നത് 2009 ഈ കേസിന്റെ തുടക്കം. ഈ കൊലപാതകം നടക്കുന്നത് 2009 നവംബർ 8 ഇതിൽ ആദ്യ അറസ്റ്റിലേക്ക്, ഷെറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നവംബർ 8 ഈ കൊലപാതകം നടന്ന് 8-ാം തീയതി നടക്കുന്നു. 11-ാം തീയതി ഈ ഷെറിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോലീസ് എത്തുന്നു. പിന്നീട് 2010 കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇതിൽ തുടക്കത്തിലെ തന്നെ ഇതിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട ഭാസ്കരൻ കാർണവരുടെ ഒക്കെ സുഹൃത്തുക്കളും മറ്റ് അയൽവാസികൾ, ബന്ധുക്കളുടെയും എല്ലാവരുടെയും പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നീട് ഏപ്രിൽ 7 സാക്ഷി വിസ്താരം തുടങ്ങി. ഏതാണ്ട് ഒരു 10-80 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി എന്നുള്ളതാണ്. മെയ് 24 വിസ്താരം പൂർത്തിയാകുന്നു. ഒരു മാസത്തെ ആ വിസ്താരത്തിന് ശേഷം 2010 ജൂൺ 11 ശിക്ഷാവിധി. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം പോലും മുഴുവനായി എടുത്തില്ല അതിൽ വിധി വരാൻ എന്നുള്ളതാണ്. 96 സാക്ഷികളുണ്ടായിരുന്നു, 12 രേഖകളുണ്ടായിരുന്നു. അതല്ലാതെയുള്ള നിരവധി തെളിവുകൾ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഷെറിന് 3 ജീവപര്യന്തമായിരുന്നു, ബാക്കിയുള്ള പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷയുമായിരുന്നു അന്ന് വിധിച്ചിരുന്നത്. പിന്നീട് ഷെറിനെ കൊണ്ടുപോയത്, അതാണ് നമുക്കിപ്പം ഷെറിൻ എന്നുള്ളത് ഈ 2009 കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ സമയത്തുണ്ടായിരുന്ന വാർത്തകളിൽ നിന്ന് നമുക്കറിയാം. പക്ഷേ പിന്നീട് കൂടുതൽ ആളുകൾക്ക് ഷെറിനെ അറിയാൻ സാധിച്ചത്, ഇല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്കറിയാൻ സാധിച്ചത് ഈ ജയിലുകളിലെ സംഭവങ്ങളുമായും ഇവർക്ക് ലഭിച്ചിരുന്ന പരോളുമായും ഒക്കെ ബന്ധപ്പെട്ടാണ്. ഈ ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊണ്ട് ആദ്യം ഷെറിനെ കൊണ്ടുപോകുന്നത് പൂജപ്പുര സെൻട്രൽ ജയിലിലാണ്. പിന്നീട് അവിടെ നിന്ന് നെയ്യാറ്റിൻകര ജയിലിലേക്ക് മാറ്റി. ഈ മൊബൈൽ ഉപയോഗമൊക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന സമയമാണ്. അതൊക്കെ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു. 2015 പിന്നീട് അവരെ അവിടെ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. ഇതെല്ലാം വിവാദമായിരുന്നു. ഈ വിവാദങ്ങൾ കാരണം വീണ്ടും ജയിൽ മാറ്റം ഉണ്ടാവുന്നു. അത് 2017 തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് ശിക്ഷാ കാലയളവിൽ ഒക്കെ ഏറ്റവും അധികം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരോൾ നേടിയ ആൾ എന്നുള്ള തരത്തിൽ പോലും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഷെറിൻ ആ സമയത്ത് പോലും. പിന്നീടാണ് ഈ പരോളൊക്കെ നേടുന്നതിനിടയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയപ്പോഴാണ് ഷെറിന് ശിക്ഷാ ഇളവ് നൽകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭ എത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അല്ലെങ്കിൽ ജയിലിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഷെറിൻ മാനസാന്തരപ്പെട്ടു എന്നാണ്. വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MP സരളയാണ് ഈ പ്രതികരണം നടത്തിയത്. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. പരിശോധന നടത്തിയപ്പോൾ അവരുടെ ശിക്ഷ എന്ന് പറയുന്നത് അവർ മാക്സിമം അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി മറ്റ് ഒരു രീതിയിലുള്ള പരാതിയും ഇല്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഉപദേശ സമിതി ഉണ്ട് മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായി? അവർ ശരിയായ ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് പറ്റില്ല, നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെ ജീവിക്കണം എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ അവരങ്ങനെ മാറി വന്നിട്ടുണ്ട്. ആ മാറി വന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് അത് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണോ ജയിലിൽ നിന്ന് ഷെറിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അത് കൃത്യമായി തന്നെ ഷെറിൻ അത് പൂർത്തിയാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പരോളിൽ പോകുന്ന സമയത്ത് ആ കൃത്യസമയത്ത് തന്നെ പരോളിൽ പോവുകയും പറഞ്ഞതിനനുസരിച്ച് തന്നെ കൃത്യമായി മടങ്ങിയെത്തുന്ന സമീപനം ഷെറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഷെറിന് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുത്തിട്ടില്ല.
ഇതാണ് ജയിലിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വിവിധ സമയങ്ങളിലായിട്ടുള്ള പരോൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് 1 വർഷത്തിലധികം ഇവർ പരോളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പരോളുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം, സർക്കാരിന് തന്നെ വലിയ മാനക്കേടുണ്ടാക്കി, ഇല്ലെങ്കിൽ വലിയ വിവാദമായിട്ടുള്ള പല വിഷയങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളിലാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ പോലും പരോളിലൊക്കെ വലിയ വീഴ്ച വന്നു എന്നതിന് വലിയ തെളിവുണ്ട്. കാരണം ഇത്രയധികം ദിവസങ്ങളിലൊക്കെ കിട്ടി, ഒരു വർഷത്തിലധികം ദിവസങ്ങൾ അവർക്ക് പല സമയങ്ങളിലായിട്ട് കിട്ടി എന്നൊക്കെയുള്ളതിൽ വലിയ ചോദ്യചിഹ്നം ഉയരുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യമാണ് ഇത്രയധികം പരോള് കിട്ടിയത് എങ്ങനെ എന്നുള്ളത്. മറ്റൊന്ന്, എന്തുകൊണ്ട് ശിക്ഷാ ഇളവ് ഇപ്പോൾ? ഇളവ് നൽകുന്നത് മുൻഗണന ലംഘിച്ചാണോ? ഷെറിന്റെ മോചനത്തിന് പിന്നിലാര് എന്നതാണ്. ഈ ചോദ്യങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി എവിടെ നിന്നാണ്, എങ്ങനെയാണ് ലഭിക്കുക, ആരാണ് ഇതിന് പിന്നിൽ, ഇല്ലെങ്കിൽ ആരാണ് ഷെറിനെ ഈ ശിക്ഷാ ഇളവിൽ സഹായിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് എത്തണം. ഈ ജയിലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ നിരവധി കുറ്റവാളികൾ, അതായത് മാനസാന്തരപ്പെടുന്ന, ഇല്ലെങ്കിൽ വലിയ രോഗങ്ങളൊക്കെയുള്ള ആളുകൾ, പല രീതിയിലാണ് ഇവര് ഇളവ് ചോദിക്കുന്നത് ഇല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതൊക്കെ പലതരം പ്രശ്നങ്ങളിൽ നിന്നാണ്. അപ്പം ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഷെറിൻ പറയുന്ന കുട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രായപൂർത്തിയായി, ഇപ്പോൾ 14 വർഷം കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അന്ന് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് പോലും 4 വയസ്സ് ആ കുഞ്ഞിനുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും 10-20 വയസ്സിനടുത്തായി ആ കുഞ്ഞിന്. അപ്പം അങ്ങനൊരു കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഈ മാനസാന്തരവും പറയാൻ സാധിക്കില്ല, കാരണം നിരവധി പേരുണ്ട് അങ്ങനെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്, ഇല്ലെങ്കിൽ എന്ത് ആനുകൂല്യമാണ്, ആരാണ് അത് ഒരുക്കി കൊടുക്കുന്നത് എന്നൊക്കെയുള്ളത് വലിയ സംശയമായും ചർച്ചയായും ഒക്കെ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന കാര്യങ്ങളാണ്. അതിലേക്കാണ് പോകുന്നത്. സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രധാനമായിട്ട് ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ മോചനത്തിന്റെ പിന്നിൽ ആരാണ്? മുൻഗണന ലംഘിച്ചാണോ? അതായത് ഈ ഇളവ് നൽകുന്നത് മുൻഗണന എന്നുള്ള ആ ഒരു കാര്യം ലംഘിച്ചുകൊണ്ടാണോ? എന്തുകൊണ്ട് ഇപ്പോൾ ഈ ശിക്ഷാ ഇളവ്? ഇത്രയധികം പരോളൊക്കെ നേരത്തെ എങ്ങനെ കിട്ടി എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ്. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു നിഗമനത്തിലേക്ക് എങ്ങനെയാണ് ഈ വിഷയത്തിൽ എത്താൻ സാധിക്കുന്നത്? ധന്യ, ഷെറിന് ഇപ്പോൾ ഈ പൂർണ്ണമായും ജയിൽ മോചിതമാകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസ്വാഭാവികതകളും അതുപോലെ തന്നെ വലിയ ഒരു വേഗതയും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഷെറിന് ജീവപര്യന്തം തടവ് കഴിഞ്ഞ് ഏതാണ്ട് ഉടൻ തന്നെ അവർ ഈ ഇളവിനായി സർക്കാരിനെ സമീപിക്കുന്നുണ്ട്. ആദ്യം ജയിൽ ഉപദേശക സമിതിയാണ് ഈ ഷെറിന് ഈ മോചിപ്പിക്കാം ജയിലിൽ നിന്ന് എന്ന ശുപാർശ സർക്കാരിലേക്ക് നൽകുന്നത്. സാധാരണ ജയിൽ ഉപദേശക സമിതി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം സർക്കാരിന് മുൻപിൽ വെക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ നല്ല നടപ്പ് നടക്കുന്ന ആളായിരിക്കണം എന്നുള്ളതാണ്. മാനസാന്തരപ്പെട്ട് പൂർണ്ണമായും ഈ കുറ്റം ചെയ്തു എന്ന് ബോധ്യപ്പെടുകയും നല്ല രീതിയിൽ ജയിലിൽ മറ്റ് അന്തേവാസികളോടും അതുപോലെ തന്നെ ഈ ജയിൽ ജീവനക്കാരോടും പെരുമാറണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഷെറിന്റെ ജയിലിലെ ഒരു ജീവിതം പരിശോധിക്കുമ്പോൾ ആദ്യം നെയ്യാറ്റിൻകര ജയിലിലാണ്. അവിടെ ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നീട് തൃശ്ശൂരിലെ വിയ്യൂർ ജയിലിലേക്ക് മാറ്റുന്നു. അവിടെ ഈ ജയിൽ ജീവനക്കാരോട് വളരെ മോശമായി പെരുമാറുകയും അവരെ ആക്രമിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് പിന്നീട് തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റുന്നത്. അവിടെ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഇപ്പോഴുള്ള കണ്ണൂർ ജയിലിലേക്ക് മാറ്റുന്നത്. ഇങ്ങനെ ജയിലിൽ നിരന്തരം പ്രശ്നമുണ്ടാക്കിയ ഒരു തടവ് പുള്ളിയായിരുന്നു ഷെറിൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ടും ഇവർക്ക് ഈ ജയിൽ ഉപദേശക സമിതി ആദ്യം ഈ ശുപാർശ ചെയ്യുന്നു. അതിനെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത്. പിന്നീട് നേരെ നിയമവകുപ്പിലേക്കാണ് ഇത് വരുന്നത്. നിയമവകുപ്പും ഷെറിന് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുന്നു. പിന്നീട് ആഭ്യന്തര വകുപ്പിലേക്ക് വരുന്നു. ആഭ്യന്തര വകുപ്പും അനുകൂലമായ തീരുമാനം എടുക്കുന്നു. പിന്നീട് ഏറ്റവും അവസാനം ഇന്നലെ മന്ത്രിസഭാ യോഗവും ഷെറിനെ മോചിപ്പിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇനി ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ കണ്ണൂർ ജയിലിൽ നിന്ന് ഷെറിന് പുറത്തിറങ്ങാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെ ജയിലിലെ ഇവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇതിന്റെ മുൻഗണനാ ക്രമം പൂർണ്ണമായും അട്ടിമറിച്ചു എന്നുള്ളതാണ്. പല ആളുകളും, രോഗികളായ ആളുകൾ, 20 വർഷം വരെ ജയിലിൽ കഴിയുന്ന ആളുകളെല്ലാം തന്നെ നേരത്തെ തന്നെ
ഈ തങ്ങൾക്ക് ഈ ജയിൽ മോചിതമാകാനുള്ള അവസരം വേണമെന്ന് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഷെറിൻ്റെ കാര്യത്തിൽ വളരെ തിടുക്കത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇതേ കേസിൽ തന്നെ കാരണവർ വധക്കേസുമായി ബന്ധപ്പെട്ട് 2009 ഷെറിനൊപ്പം ജയിലിൽ പോയ ബാസിത്ത് ഉൾപ്പെടെയുള്ള പ്രതികൾ ഈ ജയിൽ മോചിതനം ആകണം എന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും അതും പരിഗണിച്ചിട്ടില്ല. ഷെറിൻ്റെ കാര്യത്തിൽ വലിയ ഒരു തിടുക്കമാണ് എല്ലാ ഈ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ധന്യ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 14 വർഷത്തിനിടെ അവർ 500 ദിവസമാണ് പരോളിൽ ആയി പുറത്ത് ഉള്ളത്. അതായത് 1.5 വർഷത്തിലധികം ഇവർ പുറത്ത് തന്നെ ആയിരുന്നു. യെസ്, അതാണ് സാജിദ്. അതായത് ഇങ്ങനെ നോക്കിയാലും ജയിലിലുള്ള അവരുടെ പെരുമാറ്റ രീതിയാണെങ്കിലും അവരുടെ നല്ല നടപ്പ് നോക്കുകയാണെങ്കിലും അവരുടെ മാനസാന്തരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ഇതിലൊന്നും, അതായത് ജയിലിനുള്ളിലും ഇവർ കുറ്റകൃത്യം തുടർന്നിരുന്നു, ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു പ്രതി എന്നുള്ള തരത്തിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മാനസാന്തരം വന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ശുപാർശ അത് മന്ത്രിസഭ പാസാക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട്, ആർക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ഇത്ര സഹായങ്ങൾ എവിടെ നിന്ന് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും വരും ദിവസങ്ങളിലും ഉയരും. ഇതിൽ ഇനിയൊരു പുനരാലോചന ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീരുമാനത്തിലേക്കോ മറ്റെന്തെങ്കിലും നടപടികളിലേക്കോ ഒക്കെ കടക്കുമോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല. വരും ദിവസങ്ങളിലായിരിക്കും അതറിയാൻ സാധിക്കുക. എന്തായാലും ഇതിൽ ഷെറിൻ അർഹയാണോ ഇപ്പോൾ മോചനത്തിന് എന്നുള്ള കാര്യമാണ് കൂടുതൽ പരിശോധിക്കേണ്ടത്.